ദിവസമായിട്ടും നമ്മുടെ MLA കാണാതായിട്ട് ഇതുവരെ പിടികൂടാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? വിമർശനം ശക്തമാവുകയാണ്. രാഹുൽ വിഷയം സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാന വിമർശനം. രാഹുൽ എവിടെയാണ്? ഈ ചോദ്യം സജീവമാക്കി നിർത്തേണ്ടത് CPIM-ന്റെ ആവശ്യമാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. ക്രമസമാധാന പരിപാലനം, രാഷ്ട്രീയ കുറ്റാന്വേഷണം, സൈബർ കേസ് അന്വേഷണം, ഈ രംഗങ്ങളിലെല്ലാം രാജ്യത്ത് കേരള പോലീസ് ഒന്നാം സ്ഥാനത്താണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ കേരള പോലീസിന്റെ മികവെന്തെന്ന് രാജ്യം മുഴുവൻ അറിയാം. നിരവധിയായ ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. പലവട്ടം പോലീസ് കഴിവ് തെളിയിച്ചതുമാണ്. മികവിൽ സംശയമില്ലാത്ത സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂർ മുണ്ടപ്പള്ളിയിലെ വീട്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് വീട് വളയുന്നു. പ്രതിഷേധങ്ങൾ വകവെക്കാതെ പുലർവെട്ടം വീഴും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസ്. പുലർച്ചെ വീട് വളഞ്ഞ് ഒരു പിടികിട്ടാപ്പുള്ളിയെ കുടുക്കിയ രീതിയിൽ കേരള പോലീസിന്റെ ദ്രുതഗതിയിലുള്ള നീക്കം. ഇത് ഈ പോലീസുകാരൊരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന പോലെ ഈ രഹസ്യ സ്വഭാവം എന്തിനാണ്? ഞാൻ ഈ സമൂഹത്തിൽ വളരെ വിസിബിളായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവൈലബിൾ ആയിരുന്ന ആളല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയ ആളല്ലേ? ഞാൻ ജയിലിൽ പോയ ആളല്ലേ? അന്ന് രാഹുലിനെ പിടികൂടാൻ തിടുക്കം കാട്ടിയ കേരള പോലീസ്. കേസ് ഏതെന്നോർക്കണം. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷം. ഇന്ന് രാഹുൽ എവിടെയാണ്? 6 ദിവസമായി. നാളെ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു. മികവില്ലാത്തവരല്ലല്ലോ നമ്മുടെ പോലീസ്. പിന്നെ എന്തുകൊണ്ട് രാഹുലിനെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം മുന്നിലുണ്ട്. പോലീസ് 6 ദിവസമായിട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല. അതും ഇത്രത്തോളം വിവാദപരമായ ഒരു സംഭവം. ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഇതിലൊരു ഒളിച്ചുകളി നടക്കുന്നുണ്ട്. രാഹുലിനെ പിടിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസ് കടുത്ത നടപടിയിലേക്ക് കടന്നേക്കാം. MLA സ്ഥാനം രാജിവെക്കാൻ പോലും ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ വന്നാൽ രാഹുൽ വിഷയം അവസാനിച്ച് മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ചകൾ കടക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ അത് വേണ്ടെന്ന നിലപാട് സർക്കാരിനുണ്ട് എന്ന വിമർശനം വരുന്നത് സ്വാഭാവികം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.